2011 ഞാൻ തൃശ്ശൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിൽ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റ IPS അവരുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് 2011 അവസാനത്തിലാണെന്ന് തോന്നുന്നു, ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വരവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആസിയ എന്ന് പറഞ്ഞ ഒരു കുടുംബിനി, ഒരു വീട്ടമ്മ കൊല്ലപ്പെടുകയാണ്. വീടിനകത്ത് അടുക്കളയിൽ അതിദാരുണമായി കുത്തേറ്റ്, നിരവധി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുത്തേറ്റ് രക്തം വാർന്ന് മരണപ്പെടുകയാണ്. ആ സമയത്ത് മരണപ്പെട്ട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് പുറത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു തോന്നുന്നു. അയാൾ പുറത്തേക്ക് ഒരു ഓട്ടം പോയ സമയത്തായിരുന്നു. കുട്ടികളാരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. ആ സമയത്താണ് ഈ ദാരുണമായ കൊലപാതകം നടക്കുന്നത്. കൊലപാതകം നടന്ന വിവരം അറിഞ്ഞ ഉടനെ തന്നെ ചെറുതുരുത്തി പോലീസ് എത്തി കേസ് രജിസ്റ്റർ ചെയ്തു, മറ്റ് അനുബന്ധ നടപടി കാര്യങ്ങളൊക്കെ ചെയ്തു. ആ സമയത്ത് SP അദ്ദേഹം വിളിച്ച് പറഞ്ഞു, അഷ്റഫ്, ഇങ്ങനെ വരവട്ടൂർ ഭാഗത്ത് ചെറുതുരുത്തി ലിമിറ്റിലൊരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ടീം എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം, വേണ്ട നടപടികൾ സ്വീകരിക്കണം, അതിൻ്റെ പ്രതിയെ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചു. സ്ക്വാഡിലുള്ള പോലീസുകാർ അതിനു വേണ്ടി നിയോഗിച്ചു. ദേബേഷ് കുമാർ സാറ് അന്വേഷണം ആരംഭിച്ചു. ഞങ്ങൾ നിരന്തരമായി ദിവസങ്ങളോളം അന്വേഷിച്ചു. എത്ര ദിവസത്തെ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം അവിടെ അന്വേഷിച്ചു. യാതൊരു തുമ്പും കിട്ടിയില്ല ആ കേസിന്. കാരണം ആ നാട്ടിലുള്ള ആണിനും പെണ്ണിനെയും കുട്ടികളെയും അവർ വന്നുപോയവരും എല്ലാവരെയും അന്നത്തെ കോൾ ഡീറ്റെയിൽസും ടവർ ലൊക്കേഷനും എല്ലാം നോക്കി അന്വേഷിച്ചിട്ടും നമുക്ക് ഒരു തെളിവും കിട്ടിയില്ല. അങ്ങനെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല ആളുകളും അതിൽ ബന്ധുക്കളായിട്ടുള്ള, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനെ വരെ സംശയിച്ചിട്ട് മിക്ക ആളും ബന്ധുക്കളടക്കമുള്ള ആളുകൾ മൊഴി തന്നു. അങ്ങനെ സംസ്ഥാനം സംശയിക്കും, സാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പല ഏത് അന്വേഷണം അല്ലെങ്കിൽ ആരെ സംശയിച്ചാലും നമ്മൾ അന്വേഷിക്കണമല്ലോ. അത്തരത്തിൽ പോലീസ് അത് നിരന്തരമായി എല്ലാവരും വിളിച്ച് ചോദ്യം ചെയ്ത് ശാസ്ത്രീയ പരിശോധനകൾ നടത്തി എന്ത് വിധത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും യാതൊരു എവിഡൻസും, യാതൊരു തുമ്പും, യാതൊരു ഇതും കിട്ടാതെ ആ കേസ് അങ്ങനെ ക്രൈംബ്രാഞ്ചിലേക്ക് പോയി. അന്നത്തെ ക്രൈംബ്രാഞ്ച് പാലക്കാട് ക്രൈംബ്രാഞ്ചാണെന്ന് തോന്നുന്നു അന്വേഷണം ഏറ്റെടുത്ത് മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഈ ആസിയയുടെ വീടിനടുത്ത് ഒരു കുടുംബം താമസിച്ചിരുന്നു. അത് ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു കുടുംബമുണ്ട്, പക്ഷേ അവിടെ അങ്ങനെ ഒരു വ്യക്തി വന്നു പോയിരുന്നതായിട്ട് ഞങ്ങളോടാരും പറഞ്ഞില്ല. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആ കുടുംബത്തിൽ അവരുടെ അവിടുത്തെ വീട്ടമ്മയുടെ സഹോദരനാണോ അതൊരു ബന്ധു, അവരുടെ വീട് വടക്കഞ്ചേരി ലിമിറ്റിലാണ്. വടക്കഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ഈ തച്ചനടി ഭാഗത്താണ് അവരുടെ വീട്. അപ്പോൾ ഈ പയ്യൻ അവിടെ വന്നിരുന്നു, സ്ഥിരമായിട്ട് വരാറുണ്ട് എന്നൊരു ന്യൂസ് പിന്നീടാണ് അറിഞ്ഞത്. ക്രൈംബ്രാഞ്ചിന് അങ്ങനെ ഒരു വിവരം കിട്ടി. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ ക്രൈംബ്രാഞ്ചിന് അങ്ങനെ ഒരു വിവരം കിട്ടി. കുടുംബനാഥൻ്റെ ബന്ധുവാണോ അത് വീട്ടമ്മയുടെ ബന്ധുവാണോ എന്നറിയില്ല. ഒരു പയ്യൻ അവിടെ സ്ഥിരമായിട്ട് താമസിച്ചിരുന്നു. എന്നാൽ മൈനറായിട്ടുള്ളൊരു പയ്യൻ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ താമസിക്കുന്ന കാലത്ത് ആ പയ്യന് 12 വയസ്സോ 13 വയസ്സൊക്കെ പ്രായമുള്ളൂ. വളരെ മൈനറായിട്ടുള്ള ഒരു പയ്യനായിരുന്നു അന്ന് അവിടെ താമസിച്ചിരുന്നത്. അവിടെ വന്നിരുന്ന് അവിടെ നിന്ന് കുറച്ച് കാലം നിന്നിട്ട് പിന്നെ കുറേ കാലം നിന്ന് പൂവലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൈനറായതിൻ്റെ പേരിലാണോ എന്താണെന്നറിയില്ല. ആരും അങ്ങനെ ഒരു കുട്ടിയെ കുറിച്ചിട്ട് യാതൊരു വിവരം പോലീസിനോട് പറയേണ്ടതില്ല. എന്നാലും അങ്ങനെ അന്വേഷണം പോയി. പിന്നെ ക്രൈംബ്രാഞ്ചിനെ ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിന് ഈ വിവരം എങ്ങനെയാണ് കിട്ടി? കുറേ കാലത്തിന് ശേഷം കിട്ടി. ക്രൈംബ്രാഞ്ച് ഇവനെ വിളിപ്പിച്ച ദിവസം തന്നെ അവർ ഈ പറഞ്ഞ വരവട്ടൂരിലുള്ള ഇവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ വന്നു. പിന്നെ ബന്ധു പോലീസിനോട് പറഞ്ഞു, ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു, സാറേ അവനിങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷേ അവന് ഭയങ്കര പനിയും തലവേദനയാണ്, തീരെ വയ്യ കിടപ്പാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ച് പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു ദിവസം വന്നാൽ മതി, വിളിപ്പിക്കാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അതങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ അവനെ വിളിപ്പിച്ചില്ല, അവനെ ചോദ്യം ചെയ്തില്ല, ഒന്നുമില്ല, അങ്ങനെ വിട്ടുപോയി. ഞങ്ങളുടെ അന്വേഷണ സമയത്ത് ലോക്കൽ പോലീസ് ഞങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരാളും പറയുകയുണ്ടായിട്ടില്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഒരാളും അങ്ങനെ ഒരു മൊഴി തന്നിട്ടില്ല. എന്തായാലും അന്വേഷണം അങ്ങനെ കഴിഞ്ഞ് അവരും അങ്ങ് പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം അവനെ പിന്നെ വിളിപ്പിച്ചില്ല, ചോദ്യം ചെയ്തില്ല, അങ്ങനെ അതങ്ങ് വിട്ടുപോയി. കുറച്ച് നാളുകൾക്ക് ശേഷം ചേലക്കര ടൗണിൽ നിന്ന്, ഇത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്, ചേലക്കര ടൗണിൽ നിന്ന് രഘു എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറെ കാർ ഉൾപ്പെടെ ആരോ വാടകയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി, കാണുന്നില്ല എന്നും പിന്നീട് അയാളുടെ ബോഡി പാലക്കാട് ജില്ലയിലെ ടൗണിനോടടുത്തിട്ടുള്ള ഒരു പുഴയിൽ കണ്ടെത്തി എന്നും കാറ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര സംസാരങ്ങൾ ചേലക്കര വന്നു. ഉടനടി അന്ന് ഞാൻ കുന്നംകുളം DYSPയുടെ അവിടേക്ക് മാറിയോ എന്നൊരു സംശയമുണ്ട്. ആ സമയത്താണ്
DSP സാറിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിലായിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചേലക്കര ഒരു ഇൻസിഡൻറ്റ്, രഘു എന്ന് പറഞ്ഞ മറ്റേ കാർ ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയി ഇതുമാതിരി വാടക വിളിച്ച് കൊണ്ടുപോയതാണ്. അവനെ കാണുന്നില്ല, പിന്നീട് അവൻ്റെ ബോഡി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആകെ വലിയ വിവാദങ്ങളും. എൻ്റെ വീടിൻ്റെ അടുത്ത്, ഞാൻ ചേലക്കര പരിസരത്ത് 3 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്നതല്ലേ, വിവരം ഞാൻ അറിഞ്ഞു. ഈ വിവരം DSP സാറോട് പറഞ്ഞു. അപ്പോൾ നോക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഞാനും ഈ പറഞ്ഞ മാതിരി ചേലക്കര സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഞാനും ഷെയ്ഖ് എന്ന് പറഞ്ഞ പോലീസുകാരനും കൂടിയിട്ട് ഇതുപോലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോയി. അപ്പോൾ ബോഡി കിട്ടിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്, വെസ്റ്റ് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ ആണ് ആ ബോഡി കിട്ടുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊലപാതകത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം കൊല്ലപ്പെട്ടിട്ടുള്ള നിലയിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കാറ് വാടകയ്ക്ക് വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ചേലക്കര ടൗണിൽ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചെക്കൻ വന്നിരുന്നു, ഇങ്ങനെ അന്വേഷിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടി. ചെറിയൊരു പയ്യൻ്റെ വിവരങ്ങളും ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പ്രകാരമുള്ള ഒരു അന്വേഷണം നടത്തി ഞങ്ങളിങ്ങനെ തച്ചനടി ഭാഗത്തേക്ക് പോയി. തച്ചനടി ഭാഗത്തിൽ പോയിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ തച്ചനടിയിലൊരു വീട്ടിൽ ഞങ്ങൾക്ക് മുന്നേ പരിചയമുള്ള, എനിക്ക് ഷെയ്ക്കിനും പരിചയമുള്ള, കാരണം നമ്മളൊരു കുപ്രസിദ്ധ മോഷ്ടാവ്, ഒരു പന്നിത്തടം കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ വാഹന മോഷ്ടാവുണ്ട്. ഞാൻ ആ കഥ പറഞ്ഞിട്ടില്ല, കഥ പറയണം. ആ പന്നിത്തടം കൃഷ്ണൻകുട്ടിയുടെ മറ്റൊരു ഭാര്യ ആ ഭാഗത്തുണ്ട്, തച്ചനടി ഭാഗത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ട് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പരിസര വീടുകളിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ അതുപോലെ ഞങ്ങൾക്ക് അങ്ങനെ ആ സ്ഥലത്ത് നമ്മളൊരു വീട്ടിൽ കയറിയിരുന്നപ്പോഴാണ് അന്ന് വാടക വിളിച്ചു എന്ന് പറഞ്ഞ് സംശയിക്കുന്ന പയ്യന്മാരൊക്കെ ആ വീടിൻ്റെ മുറത്ത് കൂടെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട്, ഒരു അപ്പുറത്തുള്ള എന്തൊരു കല്യാണം, എന്തൊരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അതിൽ നടന്നു പോവാണ്. അപ്പോൾ നമ്മളിരിക്കുന്ന വീട്ടുകാർ നമ്മളോട് പറഞ്ഞു, സാറേ ആ പോണ പയ്യന്മാരാണ് ഈ സാറ് പറയുന്ന ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ ആളുകളൊക്കെ ആ പയ്യന്മാരാണ്, അവരാണ് വാടക വിളിച്ച് തോന്നുന്നു, അവർ ഭയങ്കര ടീമാണ് ഇവിടെ, ഇവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് അവിടെ അന്വേഷിച്ചപ്പോൾ നമുക്ക് പറയാൻ മനസ്സിലായി ഈ പയ്യന്മാരെ കുറിച്ച്. പക്ഷേ നമുക്ക് മറ്റു തെളിവുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ആ വിവരങ്ങളൊക്കെ ഞങ്ങൾ SP അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് സാർ ഇങ്ങനെയുണ്ട്, ഇത് കേസിൽ സംശയിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വാടക വിളിച്ചെന്ന് പറയുന്ന ആളുകളെ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അവരിപ്പോൾ അത് നടന്ന് ഞങ്ങളുടെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്, ഞങ്ങളുടെ ഒരു വീട്ടിൽ ഒളിവിലിരിക്കുകയാണ്, വിവരങ്ങളൊക്കെ നമുക്ക് നാട്ടുകാരിൽ നിന്നും മറ്റുള്ള വീട്ടുകാരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇവർ എല്ലാവരും അലമ്പ് ടീമാണ്, പിള്ളേരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, അവരെ പിടിക്കട്ടെ എന്ന് ഞാൻ അന്നത്തെ SP അദ്ദേഹത്തോട് ചോദിച്ചു. ഇല്ല അഷ്റഫെ, പിടിക്കണ്ട, അവർ പാലക്കാട് രജിസ്റ്റർ ചെയ്ത കേസാണ്, പാലക്കാടാണ് കേസിൻ്റെ അന്വേഷണം നടക്കുന്നത്, അവർ പിടിക്കട്ടെ, നമ്മളതിൽ കയറി ഇടപെടേണ്ട, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ മതി എന്ന് SP അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവരെ പിടിക്കാൻ നിന്നില്ല. ഞങ്ങളങ്ങനെ കുറേ നിന്ന് കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ ചേലക്കരയ്ക്ക് പോന്നു. അങ്ങനെ പാലക്കാട് പോലീസ് പിന്നെ അന്വേഷണത്തിൽ ചെന്നപ്പോഴേക്കും ഇവരൊക്കെ എസ്കേപ്പായി, ഇവരെല്ലാവരും എസ്കേപ്പായി. അങ്ങനെ ഇവൻ്റെ ഒരുത്തൻ്റെ ലൊക്കേഷൻ ഈ നേരത്തെ പറഞ്ഞ ആസ്യ കൊല്ലപ്പെട്ട വരവട്ടൂർ ലൊക്കേഷൻ കണ്ടു. മുല്ല എന്ന് പറഞ്ഞ ആ ചെറിയ പയ്യൻ്റെ കയ്യിൽ അവൻ്റെ ലൊക്കേഷൻ വരവട്ടൂരാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പഴയ ആസിയ കേസിൻ്റെ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ക്ലിക്ക് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ചിലുള്ള പോലീസുകാർ പറഞ്ഞു, സാറേ ഞങ്ങൾ വിളിപ്പിച്ച പയ്യനാണ് ഈ പറഞ്ഞ മുല്ല. അപ്പം അന്ന് ക്രൈംബ്രാഞ്ചിലെ പോലീസുകാർ എന്നായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന അന്ന് പനിയാന്ന് പറഞ്ഞിട്ട് വരാതിരുന്ന പയ്യനാണ് മുല്ല, അവൻ്റെ ഇപ്പോൾ ലൊക്കേഷൻ കാണുന്നത് വരവട്ടൂരാണ് സാറേ, ഭയങ്കര പ്രശ്നമായി, അത് ഭയങ്കര സംശയമാണ് ആ കേസിലേക്ക്. ഇപ്പോൾ രഘു കേസിൽ അവനെ സംശയിച്ചിട്ട് അവനാണ് വണ്ടി വിളിച്ചിരിക്കുന്നത്, അവനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അവനെ ഇപ്പോൾ ലൊക്കേഷൻ വരവട്ടൂരാണെന്ന് പറഞ്ഞു. ഞാനൊക്കെ ഉടനടി വരവട്ടൂർക്ക് ഞാനും ഷെയ്ക്കും കൂടിയും ഒരു മോട്ടോർ സൈക്കിളിൽ വരവട്ടൂർ പോയി അന്വേഷിച്ചു. വരവട്ടൂരിൽ നിന്ന് അവൻ എസ്കേപ്പായി, അവനെ ഞങ്ങൾക്ക് കിട്ടിയില്ല, അവിടുന്ന് പോയി. പക്ഷേ വരവട്ടൂരും എൻ്റെ ലൊക്കേഷൻ കണ്ടപ്പോഴാണ് ആസിയ കേസിലേക്ക് ഇവരെ നമ്മൾ ബലമായി സംശയിക്കുന്നത്, നമുക്ക് സംശയം വന്നു. അന്ന് ക്രൈംബ്രാഞ്ച് വിളിച്ചിട്ട് വരാതിരുന്നപ്പോഴും ഇപ്പോൾ ഈ കേസിൽ അവൻ്റെ ലൊക്കേഷൻ കണ്ടപ്പോഴും വരവട്ടൂർ വലിയ ഇവൻ ഈ കേസിൽ ഉൾപ്പെട്ടുള്ളതെന്ന് ഉത്തമ ബോധ്യമായി. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാത്ത ആൾ വീണ്ടും വേറൊരു കുറ്റകൃത്യം ചെയ്യാൻ സാധ്യത വളരെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഈ ഒരു കുറ്റകൃത്യം ചെയ്ത ആൾക്ക് മുന്നത്തെ കുറ്റകൃത്യം ചെയ്തില്ല എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് ബോധ്യമായി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. എന്തായാലും അപ്പം എസ്കേപ്പായ മുല്ലേനെ പിന്നീട് പാലക്കാട് പോലീസ് എവിടുന്നോ പിടിച്ചു. മുല്ലേനെ അങ്ങനെ പോലീസ് കസ്റ്റഡിയിലായി. പാലക്കാട് പോലീസിനാണല്ലോ അന്വേഷണം പറയുമ്പോൾ ഞങ്ങളുടെ സ്ക്വാഡിന് അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഈ പോലീസിന് ഒരു അന്വേഷണമില്ല. ഒരു കേസിൻ്റെ രഘുവിൻ്റെ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത് പാലക്കാട് സൗത്തോ നോർത്തേട്ടെ പോലീസ് സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ ചെയ്ത് അവരാണ് അന്വേഷിക്കുന്നത്. രണ്ടാമത്തെ കേസ് ആദ്യത്തെ കേസുണ്ടായ ആസിയ കേസിൻ്റെ അന്വേഷണം പാലക്കാട് ക്രൈംബ്രാഞ്ചാണ്.
പക്ഷേ ഞങ്ങളിതിലേക്ക് ഇറങ്ങിയത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയിട്ടുള്ള പയ്യനാണ് കൊല്ലപ്പെട്ടതെന്നതിൻ്റെ പേരിലും ആസിയ കേസിൻ്റെ ആദ്യ അന്വേഷണത്തിന് ഞങ്ങൾ ഉൾപ്പെട്ടുള്ളൂ എന്നതിൻ്റെ പേരിലും ഈ കേസുമായിട്ടുള്ള ഒരു നമുക്കുള്ള ഒരു ബന്ധത്തിൻ്റെ മുകളിൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു അന്വേഷണത്തിൽ പുറപ്പെട്ടതാണ്. എന്നാൽ ഈ അന്വേഷണ സംഘങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. എന്തായാലും അവൻ എസ്കേപ്പായി. പിന്നീട് അവൻ പിടിക്കപ്പെട്ടു. അതിനുശേഷം വിനോദ് എന്ന് പറഞ്ഞിട്ടൊരു പ്രതിയും കൂടി ഉണ്ടായില്ല, 2ാം പ്രതി. അവനാണ് ഒളിവിൽ പോയത്. പിന്നെ അവനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പക്ഷെ അവനൊരു ഭീകരനായിരുന്നു. ജനങ്ങൾ മൊത്തം പേടിച്ച് പറക്കും. എന്നും അന്വേഷണമായിരുന്നു. എന്നും രാത്രി പകലും അവനെ അവിടെ കണ്ടു, ഇവിടെ കണ്ടു, ആ എസ്റ്റേറ്റിൽ കണ്ടു, വേഷം മാറി നടക്കുന്നു, വണ്ടി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നും പോലീസ് പോവും, ഞങ്ങൾ പോവും, ക്രൈംബ്രാഞ്ച് വരും, പാലക്കാട് പോലീസ് വരും, എല്ലാ എയർ ക്യാമ്പിൽ നിന്ന് പോലീസ് വരും, ഫയർഫോഴ്സ് വരും, എല്ലാവരും കൂടി അന്വേഷണം കാടരിച്ച് പെറുക്കി അന്വേഷണം. ഇപ്പം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു, അവിടെ അങ്ങനെ വന്നു, ഇവിടെ അങ്ങനെ വന്നു, റൂമറുകൾ അങ്ങനെ അടിച്ചിറങ്ങണ്. അവൻ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്ഥിരം മദ്യപാനിയും കാര്യങ്ങളൊക്കെയാണ്. ഇവന് നോക്കിയപ്പോൾ വിനോദിന് കൊല്ലത്തൊരു മർഡർ കേസുണ്ട്. പിന്നെ ആസിയ കേസ് ഇവരാ ചെയ്തതെന്നുള്ളത് പിന്നെ മുല്ലയെ പിടിച്ചപ്പോൾ മുല്ല പറഞ്ഞു ഞാൻ ആസിയ കേസ് ചെയ്തവരാണെന്ന്. അതിൻ്റെ കഥകൾ വേറെയാണ്. അപ്പോൾ ഇവർ കള്ളു കുടിച്ചിട്ടിരിക്കുമ്പോൾ ഇപ്പം പറയും, ഇത്രയും വിനോദ് പറയും, എനിക്ക് ഈ മനുഷ്യമാംസമൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ഇതിങ്ങനെ വറുത്തിട്ട് അതും കള്ളും കൂട്ടി കുടിക്കാനെന്ന് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ബ്രൂട്ടലായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ ആളാണ് ഈ വിനോദ്. അവൻ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മനുഷ്യമാംസമൊക്കെ ഇങ്ങനെ അരിഞ്ഞ് അതൊക്കെ പൊരിച്ചിട്ട് കള്ളു കുടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതേമാതിരിക്ക് അവൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്. ഈ കത്തിക്കൊക്കെ നല്ല മറ്റേ രാശിയുള്ള കത്തിയാണെന്ന് പണ്ട് ഇങ്ങനെ കാണിക്കും ഇത്ര എപ്പോഴും കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരുടെ ഇടയിൽ വലിയ ആളായിട്ട്. അപ്പം നോക്കിയപ്പോൾ ആ കത്തി ഉപയോഗിച്ചിട്ടാണ് ആസിയാനെ കുത്തുന്നത്. ആസിയാനെ ഒരു കാരണമില്ലാതെ അവർ കുത്തുന്നത്. കാരണം ഈ ചെക്കന്മാർ വല്ല ഈ മുല്ലയും അന്ന് മുല്ല ഈ ആസിയ സംഭവം നടക്കുമ്പോൾ മുല്ല മൈനറായിട്ടുള്ള പയ്യനാണ്. അവനൊരു വാപ്പയൊക്കെ ഉപേക്ഷിച്ചിട്ടോ വാപ്പ മരിച്ചിട്ടോ അങ്ങനെ എന്തോ ഒരു ഓർഫൻ അങ്ങനെ എന്തോ പഠിച്ചിരുന്ന പയ്യനാണ് തോന്നുന്നുണ്ട്. ഉമ്മ എന്തോ വിദേശത്തെ വീട്ടുപണിയൊക്കെ ചെയ്യുന്ന പയ്യനാണ്. വിനോദിന് 20-30 അങ്ങനെ ആ വയസ്സിൽ ആ റേഞ്ചിലുള്ള ഒരു പ്രായമാണെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും ഒരു തീരുമാനം തച്ചനടി വെച്ചിട്ട് പാലക്കാട് ജില്ലയിലെ തച്ചനടി വെച്ചിട്ട് ഇങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ട് അവർ രണ്ടുപേരും മോട്ടോർ സൈക്കിളിൽ വരികയാണെന്ന്. വന്നിട്ട് നേരെ ആസിയയുടെ വീടിൻ്റെ അവിടെ. അതൊക്കെ ഒരു ഉഗ്രാമം ഉള്ളിലേക്കുള്ള കുന്നും പ്രദേശത്തുള്ള ഒരു ഉഗ്രാമ വീടുകളിലാണ് ഇവരൊക്കെ താമസിക്കുന്നത്. അങ്ങനെ അവർ അവിടെ ചെന്ന് ആസിയയുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ, എന്താ നീ ഇവിടെ വന്നിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഇവർ ആസിയനെ കൊന്നിട്ട് ആസിയയുടെ മുതലുകൾ എടുക്കാൻ വേണ്ടി വന്നതാ. നേരെ വെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആസിയ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക്, നീ റമദാൻ അതാണ് ഒരു കാര്യം, റമദാൻ മാസത്തിലാണല്ലോ വെള്ളം കുടിക്കുന്നത് എന്ന് ചോദിക്കേണ്ടായിരുന്നത്. ഈ അന്ന് നോമ്പ് കാലമാണ്. ആ കാലത്താണ് ആ സ്ത്രീയെ നോമ്പുകാരിയാണ് ആ സ്ത്രീ കൊണ്ട് അതിനെയാണ് കുത്തിക്കൊല്ലുന്നത്. റമദാൻ മാസത്തിലാണ് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയാൻ എന്താ ഉണ്ടായിട്ടുണ്ട് ആസിയ. കാരണം ആസിയയുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു ചെറിയ പയ്യനല്ലായിരുന്നു അവൻ. അന്ന് എത്തിങ്ങാനയിൽ എന്താ പഠിച്ചിരുന്നു അങ്ങനെ എന്തോ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചീത്ത പറയുകയും ചെയ്തു. അപ്പോൾ ഇവളങ്ങടെ അകത്ത് ഈ ആസിയ അങ്ങ് അടുക്കളയിലേക്ക് പോയപ്പോൾ വിനോദ് പുറകെ പോയിട്ട് അങ്ങ് കുത്തുകയാണ്. വെറുതെ ഒന്നുമില്ല, ഒരു കാര്യം ചോദിക്കുന്നില്ല. അവൻ കുത്തി മലർത്തി അവൻ കൊന്നിടുകയാണ്. എന്നിട്ട് നോക്കിയപ്പോൾ ആഭരണങ്ങളൊന്നും എടുക്കാനും പറ്റിയില്ല. അതൊക്കെ ഇമിറ്റേഷൻ അങ്ങനെ എന്തോ ആഭരണങ്ങളുടെ കാഴ്ചയിലും കാര്യം ഇല്ലേന്. അവനൊരു പ്രത്യേക എന്താ പറയുക ഒരു സൈക്കോണ് ഈ വിനോദ് എന്ന് പറഞ്ഞ ഒരു സൈക്കോണ്. ജനങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ മൊത്തം. അങ്ങനെ ഗ്രാമവാസി എല്ലാവരും ഈ പാലക്കാട് ജില്ലയുടെ ഇളനാട് ഭാഗങ്ങളിൽ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും രാത്രികളും കാടും എസ്റ്റേറ്റുകളും തപ്പാൻ ഇറങ്ങുമായിരുന്നു. ഇന്നും അവിടെ കണ്ടു ഇവിടെ കണ്ടു, ഭക്ഷണം കഴിച്ചു പോയി, കായക്കൊല കണ്ടു, അങ്ങനെ കണ്ടു, കായക്കൊല തിന്നതായി കണ്ടു, ഓമക്കായ തിന്നതായി കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ തന്നെ അടിച്ചിറക്കുകയാണ് എന്നും. എന്നിട്ട് അന്വേഷണത്തിന് പോവുക. അപ്പോൾ ഇവന് ഭയങ്കര, അപ്പോൾ ഇവൻ ഇങ്ങനെ ഒരു സൈക്കോ ക്രിമിനലാണ്. ഇവൻ ഈ സ്ത്രീയെ വെറുതെ അങ്ങ് കുത്തിക്കൊല്ലുകയാണ്. എന്നിട്ട് അവരവിടുന്ന് മോട്ടോർ സൈക്കിളിൽ കയറിയിട്ട് അവരാണ് പോകുന്നു. ഒരു കാര്യം ഉണ്ടായില്ല, ആരും അറിയുന്നില്ല. മോട്ടോർ സൈക്കിളിൽ വന്നു. പിന്നെ ഇവന് ഈ മുല്ല എന്ന് പറയുന്ന അന്നത്തെ മൈനറായിട്ടുള്ള ഈ പയ്യൻ ഇവൻ വളരെ ചെറിയൊരു കുട്ടിയല്ലേ എന്ന് കരുതിയിട്ടാണ് ആരും പറയാതിരുന്നത്. അന്ന് ലോക്കൽ പോലീസ് അന്വേഷിക്കുമ്പോൾ ഞങ്ങളോട് ആരെങ്കിലും ഇങ്ങനൊരു പയ്യൻ അവിടെ താമസിച്ചിരുന്നു, മൈനർ വരെ പയ്യൻ അവിടെ താമസിച്ചിരുന്നു എന്നൊരു ഹിൻറ്റ്, ഒരു സൂചന ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇവനെ മുല്ല താമസിക്കുന്ന പാലക്കാട് ജില്ലയിലെ സ്ഥലത്ത് പോയി അന്വേഷിച്ചേനെ. അവിടെ പോയി അന്വേഷിച്ച് അവൻ ആരാന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായേനെ. കാരണം അത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പയ്യനായിരുന്നു അവൻ. ഇവിടെ താമസിക്കുന്ന കാലത്ത് ഇങ്ങനെ ചെറിയ പയ്യനായിരുന്നെങ്കിൽ ഇപ്പോൾ ആ കാലഘട്ടത്തിൽ അവൻ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആയിരുന്നു അവൻ്റെ ജീവിതം ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഉമ്മയൊക്കെ വിദേശത്തും മറ്റ് വാപ്പ ഒന്നും നോക്കാനില്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു പയ്യനാണ്. പക്ഷെ ആരും പറഞ്ഞില്ല.
അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഇവനിലേക്ക് എത്താൻ പറ്റിയില്ല ഇവൻ്റെ അടി. പക്ഷെ ഒരു ഇത് എന്തെങ്കിലും ഹിൻ്റ് കിട്ടിയിട്ട് നിങ്ങൾ നേരെ പോയിട്ട് ഇവിടെ അന്വേഷിക്കുമ്പോൾ അവനെ പറ്റിയൊരു പിക്ചർ നമുക്ക് കിട്ടുമല്ലോ. എന്തായാലും നമ്മൾ അവനെ വിളിക്കും, കാര്യങ്ങൾ ഡിറ്റക്ഷൻ ആയനെ. എന്തായാലും അത് ഡിറ്റക്ഷൻ ആയില്ല. പിന്നീട് ഇവർ ഈ രഘു മർഡർ കേസ് രണ്ടാമതൊരു ഡ്രൈവറും കൂടി കൊല്ലപ്പെടാനിടയായി. എന്തായാലും മുല്ലയും ഒരു വിനോദും മറ്റു വേറെ 1-2 കൂട്ടുകാരും കൂടിയിട്ട് ഈ തച്ചണ്ടിയിൽ വെച്ചിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് ചേലക്കര വന്നിട്ട് ഇങ്ങനെ ഒരു വണ്ടി വാടകയ്ക്ക് വിളിക്കുന്നത്. അപ്പോഴേ ആളുകൾക്ക് സംശയമുണ്ട്, ഡ്രൈവർമാർക്ക്, അവിടെയുള്ള ആളുകൾ എന്തിനാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് വിളിക്കുന്നത്, ഫോണിലൊക്കെ വിളിക്കും വാടക വിളിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്താണെന്നുള്ളതാണ് സംശയം. എന്തായാലും വാടക വിളിച്ച് കൊണ്ടുപോയിട്ട് ഇവനെ കൊന്ന് വണ്ടി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി കൊണ്ടുപോയതാണ്. പാവം കുടുംബമായിട്ട് ജീവിച്ചിരുന്നാണ്. അവനെ വളരെ മൃഗീയമായി കൊന്ന് പുഴയെ തള്ളി. ആ വണ്ടി കൊണ്ട് അവർക്ക് രക്ഷപ്പെട്ടു. പിന്നെ അവർക്ക് വണ്ടി എടുക്കാൻ പറ്റിയില്ല. രഘുവിനെ കൊലപ്പെടുത്തി കാറ് മോഷണം നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശമെങ്കിലും ഈ കാറ് പിന്നീട് അവർക്ക് കൊണ്ടുപോകാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ പറ്റിയില്ല. അപ്പോഴേക്കും അതിൻ്റെ ട്വിസ്റ്റായിരുന്ന ആളുകൾ അറിഞ്ഞെന്നോ കൂട്ടുകാരറിഞ്ഞെന്നോ ചോദ്യം ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകളാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കാറ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഒരു കേസിലേക്ക് അവർക്ക് പ്രോപ്പർട്ടി കിട്ടിയിട്ടില്ല ശരിക്കും നേരെ ചൊവ്വേ. ഈ എന്താ പറയുക, ഈ കള്ള് കുടിച്ചിട്ടും മറ്റുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഇതിൻ്റെ മുകളിൽ നിയന്ത്രിക്കാൻ ആളില്ലാത്ത വിധത്തിലൊരു സൈക്കോ പത്ത് എന്ന് പറയുന്ന ഒരു സൈക്കോ ആണ് ഈ വിനോദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയുള്ള ഒരു ക്രിമിനലാണ്. ഇന്നും അവനെ എല്ലാ നാട്ടുകാർക്കും പേടി. അവൻ ഈ മറ്റേ പാലക്കാട് ജില്ലയുടെ എളനാടിൻ്റെ ഭാഗത്തുള്ള ഒരു ഉൾപ്രദേശം, ഒരു എസ്റ്റേറ്റിൻ്റെ നടുക്കുള്ള ആ ഭാഗത്തുള്ളൊരു ഏരിയയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പാകം രഘുവിനെ കൊല്ലാൻ കൊല്ലുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ആസിയ കേസിൽ വളരെ നിരപരാധിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, വീട്ടമ്മയാണ്, യാതൊരു ഇതുമില്ലാത്ത വീട്ടമ്മയാണ് ഇവർ പക്ഷേ ഒരു വിധത്തിലും ഒരാളും പറഞ്ഞില്ല ഇങ്ങനൊരു പയ്യൻ അവിടെ താമസിച്ചിരുന്നു എന്നുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ രഘു കൊല്ലപ്പെടില്ലായിരുന്നു. അതാണ് എൻ്റെ ഒരു ഭാഷ്യം ആ കാര്യത്തിൽ. ശാസ്ത്രീയമായി മറ്റൊരു തെളിവുകളും മറ്റൊരു സൂചനകളും ഒരു കാര്യങ്ങളും സംഭവ സ്ഥലത്ത് നമുക്ക് കിട്ടുകയുണ്ടായിട്ടില്ല. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം വിനോദിനെ കണ്ണമ്പറ റോട്ടിലേക്ക് കയറുന്നൊരു ഭാഗമുണ്ട് ഹൈവേന്ന്. ആ ഭാഗത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് അവനെ പിടിക്കുന്നത്. അവൻ ആലപ്പുഴയായിരുന്നു. ആലപ്പുഴ ഭാഗത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഭാഗത്തേക്ക് അവൻ്റെ കൂട്ടുകാരൻ്റെ അവിടേക്ക് പോയത്. പിന്നെ അവിടെ നിന്ന് മടങ്ങി വന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അവിടെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ മടങ്ങി വന്നിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അവനെ പിടിക്കുന്നത്. പിടിച്ചോടുകൂടി നാട്ടുകാരുടെ ശ്വാസം നേരെ വീണു. പോലീസിൻ്റെയും വീണ് പറയാം. കാരണം പോലീസ് എന്നും വൈകുന്നേരത്ത് ഓടില്ല, അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ ഒപ്പം എവിടെയെങ്കിലും വിവരം കിട്ടിയെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓടാൻ നിൽക്കുക. സ്ക്വാഡിലുള്ളതിൻ്റെ പേരിൽ ഞങ്ങളോടും പോയി അന്വേഷിക്കാൻ പറയും. ഞങ്ങളങ്ങനെ പോയി അന്വേഷിക്കും. അപ്പോൾ ആ കാര്യം പാലക്കാട് ജില്ലയിൽ അന്വേഷിക്കുന്ന കേസാണെങ്കിലും ക്രൈംബ്രാഞ്ച് പാലക്കാട് അന്വേഷിക്കുന്ന കേസാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മിസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ മിസ്സായിട്ടുള്ള ഒരു പയ്യനായതിൻ്റെ പേരിലും കേസുണ്ടായത് തൃശ്ശൂർ ജില്ലയിലൊക്കെ അതിൻ്റെ പേരിലാണ്. ആ കേസിൽ ഞങ്ങൾ അതുപോലെ ഇടപെടാനുണ്ടായ സാഹചര്യം. രഘു കൊലപാതക കേസിൽ പ്രതികളെ സഹായിച്ച ഒരു പയ്യനെ, അപ്പോൾ വടക്കാഞ്ചേരി ഓട്ടുപാറ സ്വദേശി, ഈ അവിടെ SP കുന്ന് അങ്ങനെ ഒരു കുന്നുണ്ട്, ആ കുന്നത്തുള്ള രജീഷ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ, ഉണ്ണിമോൻ എന്ന് പറഞ്ഞ ഒരു പയ്യനെ ഈ കേസിലേക്ക് വേണ്ടി ഞങ്ങൾ പിടിച്ച് പാലക്കാടിന് പോലീസിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ കേസിലേക്ക് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സഹായിച്ചു എന്ന് പറഞ്ഞ ഈ കേസിലുമായി കാർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ സഹായിച്ച കേസിലുമായി ബന്ധപ്പെട്ടിട്ട്. ആസിയ കേസും രഘു കേസിൻ്റെയും ട്രയൽ കഴിഞ്ഞോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല. എൻ്റെ ബോധ്യം അത് 2 കേസുകളിലും ഇതുവരെ വിധി വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. എന്തായാലും നല്ല വിധി വരട്ടെ, പ്രതികൾക്ക് വ്യക്തമായ നല്ല മതിയായ ശിക്ഷ ലഭിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം അത്രയും എന്താ പറയുക, ഭീകരമായ കൊലപാതകം, 2 നിരപരാധികളായ ആളുകളെ വെറുതെ കൊലപ്പെടുത്തുന്ന, യാതൊരു കാരണവും കൂടാതെ വളരെ നിഷ്കളങ്കരായ നിരപരാധികളായ, മറ്റു കാരണങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ എന്തെങ്കിലും സാമ്പത്തിക ലാഭം പ്രതികൾക്ക് ലഭിക്കുക അതുകൊണ്ടായിട്ടില്ലാത്ത വളരെ നിഷ്കളങ്കരായിട്ടുള്ള പ്രതികളെ ആളുകളെ വളരെ ദാരുണമായി കൊലപ്പെടുത്തിയ ഈ കാട്ടാളന്മാരായിട്ടുള്ള ഈ ക്രിമിനലാണ്, ഈ സൈക്കോ ക്രിമിനലുകളാണ് ഈ വിനോദ് എന്നൊക്കെ പറഞ്ഞാൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സംസാരത്തിൽ കള്ളുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യമാംസം തിന്നാനുള്ള അതിയായ ആഗ്രഹങ്ങളാണ് പ്രകടിപ്പിച്ചിരുന്നതാണ് കൂട്ടുകാരെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടൊക്കെയാണ് അവരൊക്കെ വീണ്ടും പുറത്തിറങ്ങി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് അവർ. അതുകൊണ്ട് അവരെ പുറത്തിറങ്ങാത്ത വിധത്തിൽ ശിക്ഷിക്കപ്പെട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കേസിൽ. ഇടുക്കി ജില്ലയിലെ തേക്കടിക്കും കുമളിക്കും ഇടയിലുള്ള ഭാഗത്തുള്ള ഒരു റിസോർട്ടല്ല ഒരു ഹോം സ്റ്റേയിൽ ഇവർ താമസിച്ചിരുന്നെന്നും ആ താമസിച്ച ഹോം സ്റ്റേയിലെ ജീവനക്കാരി, അതിൻ്റെ ഉടമ ആയിട്ടുള്ള സ്ത്രീയെ മദ്യത്തിൽ മയക്കുമരുന്ന് കൊടുത്തി മയക്കി കടത്തി മൃഗീയമായി പീഡിപ്പിച്ച് ആ വീടിനകത്ത് ഹോം സ്റ്റേയിനകത്തുണ്ടായിരുന്ന TV അടക്കമുള്ള എല്ലാ മുതലുകളും പാത്രങ്ങളടക്കമുള്ള എല്ലാം കവർച്ച ചെയ്ത് കൊണ്ടുപോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇവരുടെ കൺഫെഷൻ പ്രകാരം
നമുക്ക് മനസ്സിലായി.